السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه وأزواجه وذرياته وأهل بيته أجمعين. أما بعد، قال الله تعالى في شأن حبيبه: فاعلم أنه لا إله إلا الله. وقال في مقام آخر: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا وشفينا وحبيبنا ومولانا محمد وعلى آل سيدنا ونبينا ومولانا محمد وبارك وسلم عليه. ബഹുമാനപ്പെട്ട ശൈഖുന തവ്വലല്ലാഹു അംറഹു മഹാനവറുകളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടി, അത് കേൾക്കുവാനും മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിനെ തിരുത്തുവാനും കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ശൈഖുനാൻ്റെ ആ കൽപ്പന പ്രകാരം അല്ലാഹു സുബ്ഹാനഹു തആല അവിടുത്തെ കൽപ്പന പ്രകാരം രണ്ട് വാക്ക് പറയുവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനികളെ, നാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ്. ഈ ഒരു ബന്ധം ലോകത്ത് മറ്റാരോടും നമുക്കില്ല. നാം സൃഷ്ടികളാണ്, അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ്. അള്ളാഹു സൃഷ്ടാവാണ്, നാം അവൻ്റെ സൃഷ്ടികളാണ്. എന്തിനാണ് അള്ളാഹു എന്നെ സൃഷ്ടിച്ചത്? എന്തിനാണ് അള്ളാഹു എന്നെ ഇങ്ങനെ പരിപാലിച്ച് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് അള്ളാഹു എനിക്ക് ജീവൻ നൽകുന്നത്, അറിവ് നൽകുന്നത് തുടങ്ങി എന്നെ ഇങ്ങനെ വളർത്തി വലുതാക്കി ഇപ്പോഴും സകലമാന ആവശ്യങ്ങളും നടത്തിത്തരുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന നൂറുൽ മശായിഖ് സയ്യിദ് നൂരി ഷാ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലെ തന്നെ ശൈഖുന ഖുതുബുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാന്മാർ നമ്മുടെ കേരളത്തിൽ വന്ന് ഇവിടുത്തെ ജനങ്ങളെ ഈ വിഷയങ്ങളിലേക്ക് ചിന്തിപ്പിച്ചു. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട നമ്മളിന്ന് ഉറുസ് കൊണ്ടാടുന്ന ശൈഖുന ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീലുല്ലാഹ് ഷാ നൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾക്ക് ശൈഖുനായെ സംബന്ധിച്ച് അറിയുവാനും അങ്ങനെ ശൈഖുനാനെ കാണുവാനും അവരിൽ നിന്നും അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയപ്പോൾ മഹാനവറുകളുടെ അവസ്ഥകളൊക്കെ മാറി. അങ്ങനെ പരിപൂർണമായി ഫനാഫി ഷെയ്ഖിൽ, തൻ്റെ ഷെയ്ഖിൽ ഫനായി ആയിരക്കണക്കിന് അള്ളാഹുവിൻ്റെ അടിമകളെ അള്ളാഹുവിലേക്ക് അടുപ്പിച്ച് അള്ളാഹുവിൻ്റെ ദാക്കിരീങ്ങളാക്കി മാറ്റിയ, അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമകളാക്കി മാറ്റിയ ഒരു മഹാന്റെ 21ാമത്തെ ഉറുസ് മുബാറക്കിലാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ തങ്ങളുടെ മുമ്പിൽ നമ്മൾ ഇരിക്കുന്നത്. അള്ളാഹു മഹാനവറുകളുടെ ദർജകളും പദവികളും അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ശൈഖുനാ തങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. ലക്ഷക്കണക്കിന് ഉമ്മത്തികൾക്ക് ശൈഖുനായിൽ നിന്ന് ഫലപ്രദരാവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനികളെ, ഇവിടെ ദർസുകളുണ്ടായിരുന്നു, പണ്ഡിതന്മാരുണ്ടായിരുന്നു, ദീനുണ്ടായിരുന്നു. ശൈഖുന വന്ന് എന്താണ് നമ്മുടെ നാട്ടിൽ ചെയ്തത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ കലിമയെ സംബന്ധിച്ചുള്ള പഠനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും അതിൻ്റെ പരിപൂർണമായ അതിൻ്റെ തഖാല, ഈ കലിമ എന്തിനു വേണ്ടി ഇറക്കപ്പെട്ടതാണ്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ കലിമ നിങ്ങൾ പഠിക്കണം, കലിമ നിങ്ങൾ മനസ്സിലാക്കണം, കലിമ നിങ്ങൾ അറിയണം എന്ന പരിശുദ്ധ ഖുർആനിലെ ഈ വചനം ശൈഖുന വന്ന് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇതിനെ സംബന്ധിച്ച് എല്ലാവരും ശൈഖുന ഉത്ബുദ്ധരാക്കി, ഉണർത്തി. ഈ വിഷയത്തിനെ സംബന്ധിച്ച് ഉണർന്നവരുണ്ടായിരിക്കാം, എങ്കിലും പരസ്യമായി സ്റ്റേജ് കെട്ടി എല്ലാവരുടെ മുന്നിലും അക്കാലത്ത് 50-60 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലെ വലിയ വലിയ പണ്ഡിതന്മാർ, വലിയ വലിയ ആരിഫീങ്ങൾ, പണ്ഡിതന്മാർ എല്ലാവരുടെ മുന്നിലും വളരെ ഉന്നതമായ നിലക്ക് കലിമ പഠിപ്പിച്ച് ബഹുമാനപ്പെട്ട ശൈഖുനാ തങ്ങളുമായാണ് അല്ലാഹു നമ്മളെ ബന്ധപ്പെടുത്തിയത്. അൽഹംദുലില്ലാഹ്. ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹ. ഈ സമുദായത്തിന്റെ ആദ്യം നന്നായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള കലിമ കൊണ്ടാണ്. ഈ കലിമ കൊണ്ട് ഖിയാമത്ത് നാൾ വരെയും ആരും നന്നാവുള്ളൂ. ഇപ്പൊ നമ്മുടെ അനുഭവമല്ലേ ബഹുമാനികളെ, സിൽസിലാ നൂരിയയുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ സിൽസിലാ നൂരിയയിൽ മശായിഖന്മാരോടുള്ള സുഹബത്തിലൂടെ ഈ കലിമയുടെ പഠനം അള്ളാഹു നൽകിയപ്പോൾ അതിൻ്റെ ഹാലും ഷൂലും ശൈഖുനായുടെ മുമ്പിലിരിക്കുമ്പോൾ കിട്ടിയപ്പോഴല്ലേ അല്പെങ്കിലും നന്നാവാൻ തുടങ്ങിയത്. കലിമ കൊണ്ടേ നന്നാവൂ, കലിമ കൊണ്ടേ നന്നാവൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കൊണ്ടല്ലാതെ ഒരു മനുഷ്യന്റെ ബാഹ്യമോ ആന്തരികമോ നന്നാക്കപ്പെടുകയില്ല. ഇതാണ് ശൈഖുന ഇവിടെ വധു പഠിപ്പിച്ചത്. അത് മഹാനായ നമ്മൾ ഉറുസ് കൊണ്ടാടുന്ന മഹാനവറുകൾ അത് മനസ്സിലാക്കുകയും തൻ്റെ ജീവിതത്തിനെ പഴയ അവസ്ഥയിൽ നിന്നും കലിമയിലേക്ക് മാറ്റുകയും തന്നെ സമീപിക്കുന്നവര്, തന്നോട് മുഹബത്തുള്ളവര്, മുഅ്തഖിദീങ്ങൾ, മുഹിബ്ബീങ്ങൾക്ക് എല്ലാവർക്കും തൻ്റെ തഅലീമിലൂടെയും വഅലിലൂടെയും പ്രസംഗത്തിലൂടെയും സഹവാസത്തിലൂടെയും കലിമ പഠിപ്പിച്ചു. അതോട് തുടർന്ന് ഇസ്ലാമിൻ്റെ ദീനിൻ്റെ മറ്റ് കാര്യങ്ങളും അതിനെ അറിയിക്കുന്ന നിലക്ക് അതും പഠിപ്പിച്ചു. ഇന്ന് അവരുടെ പേരിൽ എത്രയാണ് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. 21 വർഷമായി ഹയാത്തായി കൊണ്ടേയിരിക്കുകയാണ്. കലിമനെ ആരായാത്താക്കിയോ അവര് കലിമയും ആയാത്താക്കും. കലിമനെ തൻ്റെ ഹൃദയത്തിൽ, നമ്മുടെ കൽബിൽ ബഹുമാനികളെ, നമ്മുടെ ഹൃദയത്തിലാണ് കലിമനെ നമ്മൾ വെക്കേണ്ടത്. നമ്മുടെ കൽബാണ് കലിമയുടെ സ്ഥാനം. നാവുമൽ പോരാ, കൽബിൽ ആ കലിമന്റെ ആശയം എഴുത്തിബാറാത്ത് ഉലൂഹിയത്ത് എന്താണെന്ന് നന്നായി പഠിച്ച് അതിൻ്റെ ചിന്തയിലായി രാവും പകലും കഴിച്ചു കൂട്ടുന്ന സിൽസിലയിലാണ് അല്ലാഹു നമ്മൾ കൊണ്ടുവന്നത്. അൽഹംദുലില്ലാഹ്. ഇവിടെ മറ്റുള്ള ചിന്തകളില്ല, മഖ്ലൂഖിനെ സംബന്ധിച്ചുള്ള ചിന്തകളില്ല. ആവശ്യത്തിന് നിർദ്ദേശിക്കപ്പെട്ടതനുസരിച്ചുള്ള ആലോചനകളുള്ളൂ, ആ നിലക്കുള്ള സംഗതികളുള്ളൂ. എന്തെല്ലാം ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗങ്ങളുണ്ടോ, ഹൃദയവുമായി ബന്ധപ്പെട്ട് ഉള്ള മവാനികൾ, അല്ലാഹുമായി അടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ കലിമയിലൂടെ നീക്കിത്തരുന്ന സിൽസിലയുമായാണ് അല്ലാഹു നമ്മളെ ബന്ധപ്പെടുത്തിയത്. ഇതാണ് സ്വഹാബത്തിന്റെ അവസ്ഥ. മശായിഖന്മാർ, താബീങ്ങൾ, അയിമ്മത്തുകൾ, പൂർവികരൊക്കെ പോകുന്ന ആ ഒരു അവസ്ഥയിൽ അല്ലാഹുക്ക് നമ്മൾ എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല ബഹുമാനികളെ. ഈ സിൽസിലയുമായുള്ള ബന്ധം ബഹുമാനപ്പെട്ട ശൈഖുനാനെ അവരുടെ മുന്നിൽ ഇരിക്കാനുള്ളൊരു തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകിയതിന് എത്ര നന്ദി ചെയ്താലും മതിയാവില്ല. ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാം, നിങ്ങൾ കാണുന്നുണ്ട് പത്രങ്ങളിലൂടെയും മറ്റുള്ള പല നിലക്കും. എന്താണ് മതത്തിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ കേരളത്തിന്റെ അത്തല മുതൽ ഇത്തല വരെ എന്തെല്ലാം നടക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് നല്ലോണം അറിയാം. അത്തരം സംഗതികൾ, ഫിത്തനുകളോടോ ഫസാദുകളോടോ ആ കാട്ടിക്കൂട്ടലുകളോടോ യാതൊരു ബന്ധവുമില്ലാതെ യാദ് ഹഖ് അലദ്ദവാം, ഇത് പഠിപ്പിക്കുന്ന സംഘടന സിൽസിലാ നൂരിയ എന്നുള്ളൂ. ആ നിലക്ക് തർബിയത്ത് ചെയ്ത്
മറ്റൊന്നിലേക്കും ചിന്തിക്കാൻ അനുവദിക്കാതെ, മറ്റുള്ള വിഷയങ്ങളിലേക്കും പോകാൻ അനുവദിക്കാതെ, ഹൃദയത്തിന് ഏകാന്തതയിൽ നീ സൃഷ്ടിയാണ്, നിനക്കൊരു സൃഷ്ടാവുണ്ട്, സൃഷ്ടാവാണ് അല്ലാഹു, അവനെ അറിയേ, അവനെ ഓർക്ക്, നീയും റബ്ബുമായുള്ള ബന്ധം റെഡിയാക്ക്. അല്ലാഹു നിന്റെ ജീവനാടി നരമ്പിനേക്കാൾ അടുത്തുണ്ട്. അവൻ എന്താണ് നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്? ഇത് കെലിമയിലാണുള്ളത്. കെലിമന്റെ അകത്താണ് ഈ വിഷയങ്ങളൊക്കെ ഉള്ളത്. അള്ളാഹുവിൽ നിനക്ക് എന്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അല്ലാഹ് അല്ലാത്ത മാസുകളിൽ നിനക്ക് എന്താണ് കിട്ടുന്നത്? ഇത് രണ്ടും തിരിച്ച് മനസ്സിലാക്കി തന്ന് അള്ളാഹുവിനെ മാത്രം സ്നേഹിക്കുന്ന, അള്ളാഹിനെ മാത്രം ആഗ്രഹിക്കുന്ന, അള്ളാഹിനെ മാത്രം ഭയപ്പെടുന്ന, അള്ളാഹു അല്ലാഹ് അള്ളാഹു അല്ലാഹ് രാവും പകലും ഈ ഒരു വിചാരത്തില് നമ്മൾ ആക്കിത്തരുന്ന മശായിഖുമാരുമായി അള്ളാഹു നമ്മളെ ബന്ധപ്പെടുത്തി. അൽഹംദുലില്ലാഹ്, ഇത് മഹാഭാഗ്യമാണ് ബഹുമാനികളെ. ഈ ഒരു ഭാഗ്യത്തിന്റെ വില ഇപ്പൊ തന്നെ നമ്മൾ അനുഭവിക്കുന്നു. മരണ സന്ദർഭത്തിൽ പരിപൂർണമായി ഇതിന്റെ ആ ഒരു റാഹത്ത് അള്ളാഹുവിന്റെ ലിഖാഅ് കണ്ടുകൊണ്ട്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിഖാഅ് കണ്ടുകൊണ്ടുള്ള ആ ഒരു യാത്ര മഹാന്മാർക്ക് ലഭിച്ച് ഹുസ്നുൽ ആഖിബത്ത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അത് ഉറപ്പാണ്. എന്തുകൊണ്ട്? മശായിഖുമാർ അങ്ങനെ അല്ലാതെ തന്റെ മുരീദിനെ ഈ ലോകത്തുനിന്നും ബർസഖിലേക്ക് യാത്ര അയക്കുകയില്ല. അവരുടെ കൈ നമ്മൾ പിടിച്ചതോടുകൂടി അവർ നമുക്ക് വേണ്ടി ദുആയിലാണ്, നമ്മൾക്ക് വേണ്ടി താലീമ് നൽകി, തർബിയത്ത് ചെയ്ത്, തസ്കിയത്ത് ചെയ്ത്, അവരുടെ ഉത്തരവാദിത്വം അവർ ബാത്തിനിയായും ലാഹിരിയായും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരോട് യോജിച്ച് അവർക്കൊപ്പം നിന്നു കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവരുടെ ഉപദേശം സ്വീകരിക്കാൻ ബൈഅത്ത് ചെയ്ത ഉടനെ തന്നെ പറഞ്ഞത് നമ്മളോട് എന്താണ് ശൈഖുന കൽപ്പിച്ചത്? സിൽസിലാനൂരി എന്താണ് നമ്മളോട് നിർദ്ദേശിച്ചത്? നീ സംഘടനക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നല്ല, കൊടി പിടിക്കണമെന്നല്ല, പിന്നെ പിരിവെടുക്കണമെന്നല്ല, പിന്നെ ബൈഅത്ത് ചെയ്ത് തൗബ ചെയ്യിപ്പിച്ച് ക്ലിയറാക്കി ആ തായ്ബ് മിനൽ ദംബി കമല്ലാ ദംബലഹു എന്ന് പറഞ്ഞുകൊടുത്ത് ഇരുത്തിയിട്ട് പറഞ്ഞത് എന്താണ്? നീ ലക്ഷ്യം ശരിയാക്കണോ. നീ കച്ചവടം ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല, വെറും കൃഷി ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല, വെറും ജോലി ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല, നീ നിന്നെങ്ങനെ പൂജിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല. നിന്നെ സൃഷ്ടിക്കപ്പെട്ടത് നിനക്കൊരു സൃഷ്ടാവുണ്ട് എന്നറിയാനും ആ സൃഷ്ടാവിനെ സ്നേഹിക്കുന്നവനാകാനും. അവനെ നീ തൃപ്തിപ്പെടണോ, അവൻ നിന്നെയും തൃപ്തിപ്പെടണോ. ഇതാണ് നിന്റെ ജീവിതം. അങ്ങനെ നമ്മുടെ ചിന്തകളെ മാറ്റി തന്നു. നമ്മുടെ നോട്ടങ്ങളും ചിന്തകളും നമ്മുടെ ആലോചനകളും, മനുഷ്യരിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കും. ആ ആലോചനകള്, ചിന്തകള്, തീരുമാനങ്ങള് ഒറ്റയടിക്ക് മാറ്റിയില്ലേ? അള്ളാഹ്ന്നുള്ള ചിന്തയിലാക്കിയില്ലേ? അള്ളാഹിനോടുള്ള ഒരു പൂതി ഹൃദയത്തിൽ ഉണ്ടാക്കി തന്നില്ലേ? അള്ളാഹുവിനോടുള്ള കൊതി ഉണ്ടാക്കി തന്നില്ലേ? ഇതല്ല ഒരു മനുഷ്യനെ ഈ ലോകത്ത് നേടിയെടുക്കേണ്ടത്. എന്തെങ്കിലും സംഘടനന്റെ പേരും പറഞ്ഞ് ആയുസ് നഷ്ടപ്പെടുത്തിയിട്ട് മരണസമയത്ത് ഖേദിക്കൂലേ? ഖബറിൽ വെച്ച് ഖേദിക്കൂലേ? മാശറയിൽ ഖേദിക്കൂലേ? ആ വക ഖേദങ്ങളിൽ നിന്നൊക്കെ ബഹുമാനപ്പെട്ട ശൈഖുന കേരളത്തിൽ വന്ന് നമ്മളെ ഒന്ന് രക്ഷപ്പെടുത്തി. അൽഹംദുലില്ലാഹ്. അത് ഉൾക്കൊണ്ട് മഹാനായ ഖലീലുല്ലാഹ് ഷാനൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ ശൈഖുനാന്റെ ഒപ്പം ഈ സിൽസിലയിൽ കൂടിയാൽ എന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്നുള്ള ആ ഉറപ്പോടുകൂടി മഹാനവറുകൾ പ്രവർത്തിക്കുകയും ആയിരങ്ങളെ ആ വഴിയിൽ കൊണ്ടുവരികയും ചെയ്ത് നമുക്ക് എത്ര നല്ല ഉത്തമമായ മാതൃകയാണ് മഹാനവറുകളിലുള്ളത്. ബഹുമാനികളെ, സ്വന്തം ജീവനോട് കരുണ കാണിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് കരുണ? അള്ളാഹുവിനെ തിരിച്ചറിയണോ? അള്ളാഹു എന്നെ തൃപ്തിപ്പെടണോ? അതിന് ഞാൻ ആദ്യം അള്ളാഹിനെ തൃപ്തിപ്പെടണം. എനിക്ക് അള്ളാഹിനെ തൃപ്തിയായി കഴിഞ്ഞാൽ അള്ളാഹ് ഏതവസ്ഥയിൽ വെച്ചാലും തൃപ്തി. അള്ളാഹുവാണ് എൻ്റെ സൃഷ്ടാവ്, എൻ്റെ ഉടമസ്ഥന്, എന്നെ പരിപാലിക്കുന്നവൻ. അവന്റെ റുബൂബിയത്താണ് ഞാൻ അനുഭവിക്കുന്നത്. അവന് അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ അങ്ങോട്ട് ശൈഖുനാന്റെ ആ തഅലീമ്, ശൈഖുന നൽകുന്ന ഉപദേശങ്ങൾ അതിരുന്ന് കണ്ണടച്ച് അൻഫാസിന്റെ ദിക്റിൽ ഇരുന്നു കൊണ്ട് ആലോചിച്ചു കഴിഞ്ഞാൽ കൽബൊന്നും നിങ്ങളുടെ ദുനിയാവ് മുഴുവൻ പോവും. ദുനിയാവിനോടുള്ള അലച്ച പോവും, ആർത്തി പോവും. പിന്നെ ദുനിയാവിനോട് ഹിർസില്ല, ഹിർസ് അള്ളാഹുവിനോടായി മാറും. പണം ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, പണക്കാരനാവണം, ഈ ചിന്തകളൊക്കെ പോയി. ഈ ലോകത്ത് സുഖിക്കണം എന്നുള്ള ചിന്ത പോയി. കാരണം ഇത് ശാശ്വതമല്ല. സുഖം അള്ളാഹുവിനെ കൊണ്ട്, അവന്റെ മഹിയത്തിനെ ഓർക്കുമ്പോൾ, അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതിനെ ഓർക്കുമ്പോൾ, അവന്റെ ആസാറിനെ കാണുമ്പോൾ, അവന്റെ അഫ്ആലിനെ കാണുമ്പോൾ, അവന്റെ സിഫാത്തുകളെ കാണുമ്പോൾ അവനുമായുള്ള ആ ബന്ധത്തിൽ ആനന്ദം. എത്ര നല്ലൊരു പ്രസ്ഥാനത്തിലാണ്. ഇതാണ് യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്. ലേബിൾ ഒട്ടിച്ചതുകൊണ്ട് അതാവൂല. യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്
ഇവിടെ സുന്നത്തുമുണ്ട്, ജമാഅത്തുമുണ്ട്, അതിന്റെ അഹലുകാരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള കലിമ അത് കെട്ടഴിച്ച് അതിൽ എന്തൊക്കെ ഒരു മുസൽമാൻ മനസ്സിലാക്കേണ്ടതുണ്ടോ അത് മുഴുവനും വളരെ വ്യക്തമായി കിതാബിന്റെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുക മാത്രമല്ല അതിന്റെ ഹാല് നൽകി, ശുഗുല് നൽകി, അവസ്ഥകൾ നൽകി, അങ്ങനെ തർബിയത്ത് ചെയ്ത് വളർത്തി കൊണ്ടുപോയി അള്ളാഹു ഈ അടിമനെ വാസിനാക്കുകയാണ്. ഇതല്ലേ നമുക്ക് വേണ്ടത്? ഇത്ര സുന്ദരമായ സിൽസില എവിടെയുണ്ട് ബഹുമാനികൾ? ഇത്ര നല്ലൊരു ഷെയ്ഖ്, മുരീദ്, ഇങ്ങനത്തെ ഒരു അവസ്ഥ എവിടെയുണ്ട്? അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഉഷാറാവണം, നമ്മൾ കണ്ണു തുറക്കണം, നമ്മൾ ഈ സിൽസിലയിൽ വന്നതിൽ പരിപൂർണമായി ഫലപ്രദരാകണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. മഹാനവറുകളുടെ ദർജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് നമ്മുടെ ഒരു ദിവസം രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങുന്നതിന്റെ ഇടയിലുള്ള സമയങ്ങൾ നമ്മൾ ക്രമീകരിച്ചിട്ട് അതിൽ കൂടുതൽ സമയവും ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഫിക്റിൽ നമ്മളാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഫിക്റിൽ നമ്മളാവണം. അതിന്റെ ശുഗലിൽ നമ്മളാവണം, അതിന്റെ ഹാലിൽ നമ്മളാവണം. അതിന് നിർദ്ദേശിക്കപ്പെട്ട് ശൈഖുനാ തങ്ങൾ കൽപ്പിച്ച് ആ നിർദ്ദേശപ്രകാരം അതിൽ മുറാഖബയിലാവണം, അതിന്റെ മുശാഹദയിലാവണം, അതിന്റെ ശുഗലിലാവണം. ഇതാണ് നമുക്ക് മരണസമയത്തേക്ക്, മരണാനന്തരത്തിൽ നമുക്ക് നേട്ടമുണ്ടാവുള്ളൂ. നമ്മൾ മുരീദായി, ചില്ലക്ക് പോയി, തയലീമായി, എല്ലാമായും ദുനിയാവിന്റെ ഫിക്റിൽ നമ്മുടെ പകലും രാത്രിയും കഴിച്ചു കൂട്ടിയാൽ വമ്പിച്ച നഷ്ടമായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു ശൈഖുനാ തങ്ങളുടെ മദദും ഫൈലാനും അല്ലാഹു നമുക്ക് നൽകട്ടെ. അവർ ഫൈലാൻ തരാൻ തയ്യാറാണ്. അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അവർ ഫൈലാൻ തരുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്. അത് വാങ്ങി, അത് പ്രാക്ടിക്കലാക്കി ജീവിതത്തിൽ കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ കാണിച്ച് കണ്ണ് കുളിർമയാക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.